അറബിക്കടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം. കപ്പൽ അപകടം ഒറ്റപ്പെട്ട സംഭവമാണ്. സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തലെന്നും ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം കപ്പൽ കമ്പനിക്കെതിരെ നടപടിയെടുക്കുന്നത് സർക്കാർ ആലോചിച്ചു വരികയാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ വിശദമായ കുറിപ്പ് നൽകുമെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. ഇന്നത്തെ ചർച്ചയിൽ അത്തരം പല പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ കമ്പനിയെ പറ്റി അന്വേഷിക്കണമെന്നും കമ്പനിയെ നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നും അതിൻ്റെ മറ്റു കാര്യങ്ങൾ ആലോചിക്കണം പറഞ്ഞിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് അത് ചെയ്യേണ്ടത്. അത് മുഖ്യമന്ത്രിയുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അത്തരം കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കും. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് വിശദമായ ഒരു കുറിപ്പ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാൻ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ കേന്ദ്രമന്ത്രിയുമായി ഞാൻ സംസാരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയുമായിട്ട് സംസാരിച്ചു. ഞാൻ സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു കുറിപ്പ് ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൻ്റെ കൂടി തീരുമാനം വെച്ച് ഫിഷറീസ് വകുപ്പ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് പങ്കെടുക്കുന്ന ഒരു വാർത്താ സമ്മേളനം 1 മണിക്കുണ്ടായിരുന്നല്ലോ. എന്തൊക്കെയാണ് അതിലെ തീരുമാനങ്ങൾ? എന്താണ് ഔദ്യോഗിക വിശദീകരണം? ഇപ്പോൾ നിലവിൽ ആശങ്കാജനകമായ സാഹചര്യമില്ല, കണ്ടെയ്നറുകൾ തീരത്തടിയുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു തരത്തിൽ അപകടമില്ല എന്ന വിവരമുണ്ട്. എന്തൊക്കെയാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം? വിജയകുമാർ, ഈ കപ്പൽ മുങ്ങിയ സമയം മുതൽ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികളുമാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം വിശദീകരിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ചില വാർത്തകളൊക്കെ അങ്ങ് അന്തരീക്ഷത്തിൽ പറഞ്ഞിരുന്നു. അതായത് ഇത് ഏതെങ്കിലും തരത്തിൽ കരുതിക്കൂട്ടി സംഭവിച്ചൊരു അപകടമാണോ എന്നാൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അതിനൊരു പ്രസക്തിയും നൽകുന്നില്ല. അത്തരത്തിലൊരു ദുരൂഹതയും ഈ അപകടവുമായി ബന്ധപ്പെട്ടവർ പ്രാഥമികമായ പരിശോധനയിൽ കണ്ടെത്താനായിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഈ കപ്പലിന്റെ ബലാസ്റ്റിലുണ്ടായിരുന്ന തകരാറ് മൂലം സംഭവിച്ച ഒരു അപകടം എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് ഈ കപ്പലിൽ നിന്നുള്ള ഓയില് പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ നാളത്തോടുകൂടി ആരംഭിക്കും. ജൂലൈ 3-ാം തീയതിയോടുകൂടി ഈ കപ്പലിൽ നിന്നുള്ള എണ്ണ അല്ലെങ്കിൽ ആ ഇന്ധനം പൂർണ്ണമായും നീക്കം ചെയ്യാനാകുമെന്നാണ് ഈ ഷിപ്പിംഗ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. കപ്പൽ പൂർണ്ണമായി ഉയർത്താനുള്ള ശ്രമവും നടത്തും. ഏതെങ്കിലും തരത്തിൽ അതിന് സാധിച്ചില്ല എങ്കിൽ ഇപ്പോൾ കപ്പലുള്ള സ്ഥലത്ത് തന്നെ അവിടെ തന്നെ ഉപേക്ഷിക്കാൻ, പരിസ്ഥിതിക്ക് കോട്ടം വരാത്ത രീതിയിൽ ഉപേക്ഷിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലവിലില്ല. ഈ 12 കാൽസ്യം കാർബൈഡ് കണ്ടെയ്നറുകളാണ് ആശങ്ക പരത്തിയിരുന്നത്. അതിൽ 5 എണ്ണം മാത്രമാണ് ഓൺ ഡെക്കിൽ ഉണ്ടായിരുന്നത്. ബാക്കി 8 എണ്ണം അത് ഷിപ്പിനകത്താണുള്ളത്. അതുകൊണ്ട് ഈ 5 എണ്ണവും അവിടെ തന്നെ സിങ്കായി കിടക്കുകയും ബാക്കി 8 എണ്ണം ഈ കപ്പലിനകത്തുമാണുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആശങ്കകളും നിലവിൽ വേണ്ട എന്നാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പരമാവധി ശരി വിഷ്ണു, എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. തുടർ നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. അത് സമുദ്ര സമ്പത്തിനെയും ഒക്കെ കണക്കിലെടുത്ത്, തീരദേശവാസികളെ ഒക്കെ കണക്കിലെടുത്തായിരിക്കും അത്തരം നടപടികൾ. എന്തായാലും തീരം സുരക്ഷിതമാണ് എന്ന് ഷിപ്പിംഗ് മന്ത്രാലയം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നത്.